ഹലോ ഗൈസ്, നാട്ടിൽ വന്നിട്ട് 1-2 ദിവസങ്ങളായെങ്കിലും ഓരോരോ ആവശ്യങ്ങൾക്കായി ഓട്ടത്തിലാണ്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആവശ്യങ്ങളായിരിക്കും. രാവിലെ ഇങ്ങനെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു ചായ ഇടാന്ന് വിചാരിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഒരു എക്സാമിനും പിന്നെ 1-2 ആവശ്യങ്ങൾക്കായി ലീവ് എടുത്ത് വന്നതാണ് നാട്ടിലോട്ട്. ഉടൻ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് നേരത്തെ ആഹാരവും കഴിച്ചു. ഇന്ന് 1-2 അടുത്ത് പോകാനുണ്ട്. ആദ്യം അടുത്തുള്ള കടയിൽ പോയി 1-2 സാധനം മേടിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഫയൽ എടുത്ത് നേരെ അക്ഷയയിലോട്ട് പോയി. ഒരു എക്സാം അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. ലാസ്റ്റ് എക്സാം എല്ലാം അപ്ലൈ ചെയ്ത് ഇറങ്ങുമ്പോൾ ഉച്ചയ്ക്ക് 1 മണി. നാട്ടിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് തണുത്ത് എന്തെങ്കിലും കുടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ലസ്സി കുടിക്കാൻ പോയി. ഇതെന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ഒരുപാട് നാളായിട്ടുള്ള ഈ കുഞ്ഞുകട എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ മുല്ലക്കൽ AVG ജംഗ്ഷനാണ്. തിരിച്ച് വീട്ടിൽ വന്ന് ചോറും കഴിച്ച് ഒരു ഉറക്കം ഉറങ്ങി. എന്നിട്ടപ്പോൾ നല്ല മഴ തുറന്നപ്പോൾ ഞാനും അമ്മയും കൂടെ വൈകുന്നേരം സ്റ്റുഡിയോ വരെ പോയി. ഡ്രസ്സ് എടുക്കാൻ പോയതാണെങ്കിലും എനിക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒന്നും എടുത്തില്ല. അങ്ങനെ നേരെ ചായ കുടിക്കാൻ പോയി. ഈ കടയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഞെട്ടിച്ചത് ഫുൾ അവിടുത്തെ സ്നാക്സ് ആയിരുന്നു. ഏതാണ്ടൊക്കെയോ വാങ്ങിച്ചെങ്കിലും എനിക്കിഷ്ടപ്പെട്ട അവിടുത്തെ കായ്പോളിയും ബീഫ് കട്ട്ലേറ്റും ആയിരുന്നു. അങ്ങനെ ചായം കുടിച്ചിരുന്നപ്പോ അടുത്തുള്ള കടയിൽ ഓഫറും കണ്ടുകൊണ്ട് പോയി നോക്കിയതാണ്. ഇത്രയും സാധനത്തിന് 120 രൂപ. നഷ്ടമാണോ ലാഭമാണോ എന്ന് നോക്കിയില്ല, വാങ്ങിച്ചു. അപ്പൊ പിന്നെ 2 ഷേക്കും വാങ്ങി. അവിൽ മിൽക്കും കണ്ണൂർ കോക്ടെയിലും. കുബാബ കുഴിമന്തി എന്നാണ് കറക്റ്റ് കടയുടെ പേര്. കൈജോണ്ടി ജംഗ്ഷനിലോട്ട് പോകുന്ന വഴി ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയി. അവിടുന്ന് ഇറങ്ങി നേരെ പോയത് അമ്പലത്തിലോട്ടാണ്. ഇത് ശ്രീകൃഷ്ണന്റെ അമ്പലമാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലം. അതുമാത്രമല്ല ഇന്നൊരു ഉത്സവമാണ്. എന്തായാലും ഈ വന്ന വരവിനൊരു ഉത്സവം കൂടാൻ പറ്റി. 6 ആനകളാണ് ഈ നിരന്നു നിൽക്കുന്നത്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. 10 ദിവസം നീണ്ടു നിൽക്കുന്നു അമ്പലത്തിൽ ഉത്സവം. അത് കഴിഞ്ഞ് പിന്നെ രാത്രി അമ്പലത്തിൽ ആഹാരം കഴിക്കാൻ പോയി. ഞാനൊരു പ്ലേറ്റ് എടുത്ത് ചോറ് വാങ്ങാൻ ക്യൂ. ചോറും അവിയലും തോരനും സാമ്പാറും പിന്നെ രസം ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റുള്ള കറികളായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിലോട്ട് വന്നു. എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതൊക്കെ ഇപ്പൊ പിള്ളേരായി. ഇപ്പൊ എന്ത് പരിപാടിക്ക് വന്നാലും അവരുടെ പിള്ളേരെ കളിപ്പിക്കലാണ് നമ്മുടെ മീൻ. ഇങ്ങനെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്കൂളും കഴിഞ്ഞ് ബൈ പറഞ്ഞു പോയ കൂട്ടുകാരെയൊക്കെ അന്ന് അവിടെ കാണാം. അങ്ങനെ കൂട്ടുകാരെ കാണുമ്പോൾ പഴയ കഥകളും കാര്യങ്ങളും ഒക്കെ അമ്പലപ്പറമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് അതിലും വലിയ രസം. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.